എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഡിസ്നി വണ്ടർ വേൾഡ് ഫാൻറ്റസി വേൾഡ് എക്സ്പോ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ടല്ല പോയത്. എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അൺഎക്സ്പെക്റ്റഡ്. അതെനിക്ക് എൻ്റെ ഈ കോസ്റ്റ്യൂം കണ്ടാൽ മനസ്സിലാവും. ഫിറ്റ്നസ് കോസ്റ്റ്യൂമിലാണ് ഞാൻ ആ എക്സ്പോ കാണാൻ പോയത്. ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഫിറ്റ്നസിൻ്റെ കോസ്റ്റ്യൂമൊന്നും അങ്ങനെ കോമൺ ആയിട്ട് പുറത്ത് ഉപയോഗിക്കില്ലല്ലോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ എക്സ്പോ നടക്കുന്നതിന് തൊട്ടടുത്താണ് TDM ഹാൾ ഉള്ളത്. അപ്പം ഓൺലൈൻ ക്ലാസ്സിൽ റെക്കോർഡഡ് സെക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ റെക്കോർഡഡ് സെക്ഷന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ പ്രീനാറ്റിൽ അതായത് പ്രഗ്നൻസിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ ഫസ്റ്റ് മന്ത് ലാസ്റ്റ് ഓർ സെക്കൻഡ് മന്ത് ലാസ്റ്റ് ആ ടൈമിലായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം ആ പോർഷൻ ഞാൻ ആ ടൈമിൽ ഇതായിരുന്നു ചെയ്തത് എന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ രണ്ടാമത് റീഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ വീഡിയോസും കൂടെ എടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫിറ്റ്നസ് കോസ്റ്റ്യൂമിൽ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു എക്സിബിഷൻ കുഞ്ഞുങ്ങൾ കണ്ടു. റിട്ടേൺ നമ്മൾ വരുമ്പോഴും ഇവിടുത്തെ പാട്ടും ബഹളമൊക്കെ കണ്ടപ്പോൾ വാശി പിടിച്ചു അവർക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളത്. പിന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വരിക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഈ ഒരു മെറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ സൺഡേ ഒക്കെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അത് കാരണം പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറാൻ പറ്റാത്തത് കൊണ്ടുമൊക്കെ ഡയറക്റ്റ് ആ ഡ്രസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ളിൽ കയറി. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഭയങ്കര നല്ല രസമായിരുന്നു. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റേത് ജില്ലകളിലാണെങ്കിലും ഇങ്ങനൊരു എക്സിബിഷൻ വരികയാണെങ്കിൽ ആരും മിസ് ചെയ്യരുത്, പോയി കാണണമെന്നുള്ളതാണ്. കാരണം 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വണ്ടർല ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാകും. ഞാൻ ഇതുപോലത്തെ ഒരു എക്സ്പോ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു എക്സ്പോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളെ പ്രാവുകളെയൊക്കെ താഴെ വിട്ടിരിക്കുക. പിന്നെ മാത്രമല്ല പാമ്പിനെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്നതാണ്. അതിന് ചാർജ് 100 രൂപയാണ് വരുന്നത്. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള ഫ്രെയിംസുകളുണ്ട്. ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രെയിംസുകളാണ്. അതൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. ക്യാരറ്റ് നിൽക്കണോ? അതുണ്ട്, നന്നായിട്ട്. കൊള്ളാല. കോഴിക്കൂടോ അല്ല കോഴിപ്രദേശോ? കോഴിപ്രദേശം. അച്ചു അത് പിള്ളേര് പിടിക്കാം. അച്ഛനും ഇത് മറ്റേ റിയോയിലെ ബേർഡ്സ് ഇരിക്കണോന്നില്ലേ നിരന്ന്. ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടോ.
അതേണ്ടിരിക്കണു. കോഴി പിടിക്കാൻ പോലെ വേണ്ട, പിടിക്കണ്ട 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 വേണ്ട. ഇത് കൊള്ളാല്ലേ, ഇത് ആദ്യത്തെ സംഭവല്ലേ. നിങ്ങളൊക്കെ പറക്കി നിരത്തിയിരുത്തോടെ വീട്. മുട്ട മുട്ട അത് കോഴിക്കുഞ്ഞ് വിരിയാൻ. ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക്. അച്ചു ഇവിടെ അച്ചു. മൊത്തം 4 സെക്ഷൻസാണ് ഈ ഒരു എക്സ്പോയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കൂടാതെ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ സാധാരണ എക്സിബിഷനൊക്കെ ഉള്ളതുപോലെ സ്റ്റാൾസ് ഉണ്ട്, പിന്നെ ഒരു പ്ലേ സോൺ ഉണ്ട്, ജൈൻറ്റ് വീലും കുട്ടികൾക്കുള്ള ട്രെയിനും വെള്ളത്തിൽ തുഴയുന്ന ബോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് സാധാരണ എക്സിബിഷനൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ, ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തത്. ഈ നിൽക്കുന്നത് 2ാമത്തെ സെക്ഷൻ. ഇത് ഭയങ്കര രസമായിട്ട് തോന്നി, കാരണം കോഴിക്കുഞ്ഞുങ്ങളും പ്രാവുഞ്ഞുങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റി, പാമ്പിനെ കഴുത്തിലിടുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കൂടാതെ അടുത്തതൊരു ഡിസ്നി കാർട്ടൂൺ, അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കാനുള്ള അവസരം. അത് കഴിഞ്ഞ് ഫോട്ടോ ഫ്രെയിംസുകൾ, നിറയെ ഫോട്ടോ ഫ്രെയിംസുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതെൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും പ്രായത്തിനുള്ളിൽ ഇങ്ങനെയൊരു സാഹസം ഞാൻ ഇതുവരെ മുതിർന്നിട്ടില്ല, അതിനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഞാൻ ഈ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് കയ്യിലൊക്കെ പിടിച്ച് ധീര വനിതയെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കൂടാതെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ടും എൻ്റെ അയ്യോ അമ്മേ എന്നുള്ള വിളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഷോർട്സും കൂടി ഈ വീഡിയോ കാണുന്നവർ കാണാൻ ശ്രമിക്കുക. ഇതിനെ കയ്യിലും കൂടെ താഴ്ച
ഒരുപാട് നല്ല ഫോട്ടോ ഫ്രെയിമുകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അധികം ഫോട്ടോസുകളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾ അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ അധികം ഫോട്ടോസൊന്നും എടുത്തില്ല.